ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിശാലിയായ രഹസ്യ ഏജന്റ് നമ്മുടെ സ്വന്തം മിസ്റ്റർ ജോണി ഇംഗ്ലീഷ്. അദ്ദേഹം ഒരു സീക്രട്ട് മിഷൻ ചെയ്യാനായി വന്നതാണ്. എന്നാൽ ആ സ്ഥലത്ത് രണ്ട് കാവൽ നായ്ക്കളുണ്ട്. ക്രൂരനായ ജോണി ഇംഗ്ലീഷ് തന്റെ സ്യൂട്ടിന്റെ അകത്ത് കൈയിട്ടു. നമ്മൾ വിചാരിക്കും തോക്കെടുത്ത് ആ രണ്ട് കാവൽ നായ്ക്കളെ കൊല്ലാനായിരിക്കുമെന്ന്. എന്നാൽ അല്ല, അദ്ദേഹം രണ്ട് കളിപ്പാട്ടും പുറത്തെടുത്ത് രണ്ട് കാവൽ നായ്ക്കളെയും രണ്ട് വശത്തേക്കായി ഓടിച്ചു. ശേഷം ജോണി ആ കെട്ടിടത്തിന്റെ അകത്ത് പ്രവേശിച്ചു. എന്നാൽ അവിടെ ജോണിയെ കൊന്നുകളയാനായി രണ്ട് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഗാർഡ്സ് തോക്കുമായി വന്നു. അവരെയും ജോണി വളരെ നിസ്സാരമായി പരാജയപ്പെടുത്തി. അവസാനം അദ്ദേഹം തന്റെ മിഷൻ പൂർത്തീകരിക്കാനായി ഒരു മുറിയിൽ പ്രവേശിച്ചു. എന്നാൽ പെട്ടെന്ന് അവിടെ വന്ന് ആരോ ലൈറ്റ്സ് ഓൺ ചെയ്തു. അപ്പോൾ വളരെയധികം സുന്ദരിയായ ഒരു സ്ത്രീ ജോണിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. ഏജന്റായ ജോണിയെ ഏത് സ്ത്രീയും കൊതിക്കും. പുള്ളിക്കാരി ജോണിയെ കൊല്ലാൻ വന്നതാണെങ്കിൽ കൂടി ജോണി പുള്ളിക്കാരിയെ നൈസായിട്ട് തന്റെ വാക്കുകൾ കൊണ്ട് വളച്ചെടുത്തു. അവസാനം അവര് ചുംബിക്കാനായി പോവുകയാണ്. ജോണി സാർ എഴുന്നേൽക്ക്, ഇരുന്ന് ഉറങ്ങുകയാണോ? ജോണി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അതായത് ഇത്രയും നേരം കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമാണ്. ജോണി ഏജന്റ് ഒന്നുമല്ല. യഥാർത്ഥ ഏജന്റ് 1 ഇന്ന് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിഷന്റെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കി കഴിഞ്ഞു എന്ന് ചോദിക്കാനാണ് ജോണിയുടെ അസിസ്റ്റന്റ് ആയ ബവ് എന്ന ഇദ്ദേഹം അവിടെ വന്നത്. സോ ഇതാണ് ജോണി തയ്യാറാക്കിയ ഏജന്റ് 1 നൽകാനുള്ള ഡോക്യുമെന്റ്സ്. ആൻഡ് ഇദ്ദേഹമാണ് എല്ലാവരും ബഹുമാനിക്കുന്ന ഏജന്റ് 1. അദ്ദേഹത്തെ പോലെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏജന്റ് ആവണമെന്നാണ് ജോണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഏജന്റ് 1നെ ജോണി കണ്ടപ്പോൾ ജോണി ഏജന്റ് 1നെ വളരെയധികം റെസ്പെക്റ്റോട് കൂടി നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് ജോണിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അത്രത്തോളം ജോണി ഏജന്റ് 1നെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഏജന്റ് 1 അവിടെ വന്നപ്പോൾ തന്റെ കോട്ട് വളരെ കൂളായിട്ട് ഹാങ്ങറിൽ സ്റ്റൈലിൽ എറിയുകയാണ്. കോട്ട് കറക്റ്റ് ഹാങ്ങറിൽ ചെന്ന് തൂങ്ങുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ജോണി കൂടുതൽ അത്ഭുതപ്പെട്ടു. ജോണി അദ്ദേഹത്തിന്റെ മിഷന് വേണ്ടിയുള്ള ജോണി തയ്യാറാക്കിയ മിഷൻ ഡോക്യുമെന്റ്സ് നൽകുകയാണ്. ആ സമയം ജോണി അദ്ദേഹത്തോട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സബ്മറൈൻ ഹാച്ചിന്റെ കോഡ്സ് ഞാൻ തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതാണ് എന്ന്. അദ്ദേഹം പോയതിനു ശേഷം ജോണി ബവ്വിനോട് പറയാണ്, ജീവിക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ജീവിക്കണം. എന്തൊരു നല്ല മനുഷ്യനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മിഷൻ ചെയ്യാനായി പോയ സ്ഥലത്തുനിന്ന് ഏജന്റ് 1 മരണപ്പെട്ടു. മരണ കാരണം അദ്ദേഹത്തിന്റെ സബ്മറൈൻ ഹാച്ച് ഓപ്പൺ ആവാത്തതാണ്. അതായത് നമ്മുടെ ജോണി ഇംഗ്ലീഷിന്റെ മിസ്റ്റേക്ക് കാരണം തന്നെയാണ് ഏജന്റ് 1 മരണപ്പെട്ടത്. അപ്പോൾ ഏജന്റ് 1ന്റെ സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എല്ലാ ഏജന്റ്സും അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ട ചുമതല നമ്മുടെ ജോണിയുടേതാണ്. പെഗസസ് എന്ന സീനിയർ ഓഫീസർ അവിടെ വന്ന് ജോണിയോട് സെക്യൂരിറ്റി ഒക്കെ ടൈറ്റ് ആക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഒന്നുകൊണ്ടും പേടിക്കേണ്ട സർ, എല്ലാം ഞാൻ പരിശോധിച്ചതാണ്, ഹൈലി സെക്യൂർഡ് ആണ്. അതേസമയം വില്ലന്മാര് വെച്ച ബോംബ് അകത്തുനിന്ന് പൊട്ടുകയാണ്. അതായത് അവിടെ അകത്തുണ്ടായ സകല ഏജന്റുമാരും സ്ഫോടനത്തിൽ മരണപ്പെട്ടു. അതായത് ഇവിടെയും നമ്മുടെ ജോണി ഇംഗ്ലീഷിന്റെ പിഴവ് കാരണം തന്നെയാണ് രാജ്യത്തെ സകല ഏജന്റ്സും കൊല്ലപ്പെട്ടത്. പ്രൈം മിനിസ്റ്റർ പെഗസസുമായി സംസാരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? രാജ്യത്തെ സകല ഏജന്റ്സും കൊല്ലപ്പെട്ടു. ഇനി ആരെയാണ് ആ ജോലി നമ്മൾ ഏൽപ്പിക്കേണ്ടത്? അപ്പോൾ പെഗസസ് പ്രൈം മിനിസ്റ്ററിനോട് പറയാണ്, സർ, എല്ലാ ഏജന്റ്സും കൊല്ലപ്പെട്ടിട്ടില്ല, ഒരാള് ജീവിച്ചിരിപ്പുണ്ട്, മിസ്റ്റർ ജോണി ഇംഗ്ലീഷ്. താൻ വർഷങ്ങളോളം ആഗ്രഹിച്ച ആ പദവി ജോണിയെ തേടി എത്തുകയാണ്. നമ്മുടെ ജോണി ഇംഗ്ലീഷ് ആയിരിക്കും അടുത്ത രഹസ്യ ഏജന്റ്. അങ്ങനെ ജോണി ചാർജ് എടുക്കാൻ പെഗസസിനെ കാണാൻ എത്തി. എന്നാൽ ഓഫീസിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആണുള്ളത്. ജോണി കേറിയ ഉടനെ തന്നെ ഏജന്റ് 1ന്റെ സ്റ്റൈലിൽ കോട്ട് ഹാങ്ങറിൽ എറിയാനായി ശ്രമിച്ചു. എന്നാൽ സംഭവിച്ചത് ഇതാണ്. സെക്രട്ടറി ജോണിക്ക് ചാർജ് എടുക്കാനുള്ള പേപ്പേഴ്സ് സൈൻ ചെയ്യാനായി കൊടുത്തു. സൈൻ ചെയ്യാൻ വേണ്ടി ഒരു പാട്ട പേനയാണ് പുള്ളിക്കാരി ജോണിക്ക് നൽകിയത്. ജോണി എന്നാൽ ആ പേന അവിടെ വെച്ചിട്ട് മേശപ്പുറത്തുള്ള മറ്റൊരു പേന എടുത്തു. എന്നെ പോലെയുള്ള രഹസ്യ ഏജന്റുമാര് ഇതുപോലെയുള്ള പേനകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതും പറഞ്ഞ് പേന ക്ലിക്ക് ചെയ്തപ്പോൾ പിന്നിലുള്ള സെക്രട്ടറി താഴെ വീഴുകയാണ്. സോ അത് ആക്ച്വലി പേനയല്ല, ഏജൻസി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സീക്രട്ട് ആയുധമാണ്. ഈ സമയമാണ് പെഗസസ് അവിടെ കേറി വന്നത്. എന്റെ സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നീ അവളെ കണ്ടിട്ടില്ലേ? അപ്പോൾ സോഫയുടെ ബാക്കിൽ ബോധമില്ലാതെ പുള്ളിക്കാരി കിടക്കുന്നത് കാണാം. അദ്ദേഹം കാണാതിരിക്കാൻ വേണ്ടി ജോണി അവിടെ മറയായി നിൽക്കുകയാണ്. അദ്ദേഹം ജോണിയെ കൂട്ടി തൊട്ടപ്പുറമുള്ള മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് ജോണി ചെയ്യേണ്ട ജോലികളൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ജോണിയുടെ ശ്രദ്ധ മറ്റേ മുറിയിൽ ബോധമില്ലാതെ കിടക്കുന്ന സെക്രട്ടറിയാണ്. പുള്ളിക്കാരിയെ മെഡിക്കൽ ടീം വന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതൊക്കെ ജോണി കാണുന്നുണ്ട്. സോ പെഗസസ് ജോണിക്ക് നൽകിയ ജോലി എന്തെന്ന് വെച്ചാൽ ദ ടവർ
ടവർ ഓഫ് ലണ്ടനിൽ വലിയ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിന്റെ സ്പോൺസർ ബില്യണർ ആയ പാസ്കൽ സോവാജ് ആണ്. ആ എക്സിബിഷനിൽ രാജ്ഞിയുടെ കിരീടമൊക്കെ ഡിസ്പ്ലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഹൈലി സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. കാരണം കിരീടം മോഷ്ടിക്കാൻ കൊള്ള സംഘങ്ങൾ ശ്രമിച്ചേക്കാം. അതേപോലെ പാസ്കൽ എന്ന ബില്യണർ റോയൽ ഫാമിലിയിൽ പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ബഹുമാനത്തോടെ നിൽക്കണമെന്നും പെഗസസ് ജോണിയോട് പറയുന്നുണ്ട്. ഏജന്റായ ജോണി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആസ്റ്റൺ മാർട്ടിൻ DB7 കാറിലാണ്. ടവർ ഓഫ് ലണ്ടനിൽ ജോണിയും ബവും എത്തി. അവിടെ വെച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ ജോണി കാണുകയാണ്. പുള്ളിക്കാരിയെ പരിചയപ്പെടാനും സംസാരിക്കാനുമായി ജോണി ചെന്നു. അപ്പോൾ ലോർണ ക്യാമ്പൽ എന്നാണ് നമ്മുടെ കഥാനായികയുടെ പേര്. അവരെ സംസാരിക്കുന്ന സമയം അതിലെ കൂടി ഒരാൾ നടന്നു പോവുകയാണ്. അദ്ദേഹം വെയിറ്റർ ആണ് എന്ന് കരുതി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡ്രിങ്ക് ജോണി വാങ്ങിച്ചു. എന്നിട്ട് ലോർണയോട് ജോണി എക്സിബിഷന്റെ സ്പോൺസറായ പാസ്കൽ സോവാജിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ചുകാരനായതുകൊണ്ട് ജോണി അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടൊക്കെയാണ് പല കാര്യങ്ങൾ ലോർണയോട് പറയുന്നത്. എന്നാൽ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ജോണി വെയിറ്റർ ആണ് എന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹമാണ് പാസ്കൽ സോവേജ്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ജോണി പറഞ്ഞത്. എന്നാൽ അദ്ദേഹം അതൊക്കെ തമാശ രീതിയിലാണ് എടുത്തത്. ജോണി ആകെ വല്ലാതെയായി പോയി. സോ ഈ സമയം അവിടെ ഇലക്ട്രിക് റൂമിൽ ഒരു കൊള്ളക്കാരൻ പ്രവേശിച്ചതായി കാണാം. എന്നിട്ട് അവൻ അവിടെയുള്ള ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ജോണിക്ക് മനസ്സിലായി കിരീടം മോഷ്ടിക്കാനായി ഇവിടെ കൊള്ള സംഘം എത്തിയിട്ടുണ്ട് എന്ന്. തന്റെ മുന്നിലെ കൂടി ഒരാൾ ഓടാനായി ശ്രമിച്ചപ്പോൾ അത് കൊള്ളക്കാരനാണ് എന്ന് കരുതി ജോണി അങ്ങേരുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു. ശേഷം ഇവിടെ കറണ്ട് വന്നപ്പോഴാണ് ജോണിക്ക് മനസ്സിലായത് താൻ അടിച്ചത് അവിടെയുള്ള കേണലിനെയാണ് എന്ന്. ആരാണ് ഇത് ചെയ്തത് എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. ജോണി അപ്പോൾ പറയാണ് അത് കൊള്ളക്കാരനാണ്, അവൻ അപകടകാരിയാണ്, ഈ മുറിയിലേക്കാണ് അവൻ പോയത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജോണി ആ റൂമിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവിടെ വന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ജോണി കൊള്ളക്കാരന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. അവിടെ നിന്ന് ഒരു കെച്ചപ്പ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചുണ്ടിലൊക്കെ ആക്കി. എന്നിട്ട് ജോണി മുറിയുടെ പുറത്ത് വന്ന് അവൻ ഭീകരനാണ്, കൊടും ഭീകരൻ, പക്ഷെ എന്റെ അടുത്താണോ അവന്റെ കളി, അവനെ ഞാൻ ചവിട്ടി കൂട്ടി സൈഡിലാക്കിയിട്ടുണ്ട്, ആരും ഇപ്പോൾ അകത്തേക്ക് പോകേണ്ട, അവനെ അറസ്റ്റ് ചെയ്യാൻ എന്റെ ടീം വരുമെന്നൊക്കെ അവരോട് ജോണി ഡയലോഗ് അടിക്കുന്നുണ്ട്. എല്ലാവരും ജോണിയുടെ ധീരതയെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് കിരീടം കാണാനായിട്ടാണ്. പക്ഷെ അത് റിവീൽ ചെയ്തപ്പോൾ അതിന്റെ അകത്ത് കിരീടമില്ല. കിരീടം മോഷണം പോയി. പെഗസസ് ജോണിയെ വിളിച്ചു വരുത്തി. സോ ഇവിടെ പെഗസസിന്റെ സെക്രട്ടറി വീൽ ചെയറിൽ വരുന്നത് ജോണി കണ്ടപ്പോൾ പുള്ളിക്കാരി കാണാതിരിക്കാൻ വേണ്ടി ജോണി ഒളിച്ചു നിൽക്കുന്നൊക്കെയുണ്ട്. പെഗസസ് ജോണിയോട് ചോദിക്കാണ്, താങ്കൾ അവിടെ വെച്ച് കൊള്ളക്കാരനെ അടിച്ചു വീഴ്ത്തി എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, പക്ഷെ ആ മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ആരെയും കണ്ടിട്ടില്ല, അവൻ എവിടെ പോയി? അവൻ ഭീകരനാണ് സർ, അവന് ബോധം വന്നപ്പോൾ രക്ഷപ്പെട്ടതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്, ആ കൊള്ളക്കാരന്റെ രൂപം എങ്ങനെയാണ് എന്ന് വിവരിച്ചു കൊടുത്താൽ ഇദ്ദേഹം രേഖാചിത്രം തയ്യാറാക്കിക്കോളും. അപ്പോൾ ജോണി തന്റെ മനസ്സിൽ വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് രീതിയിൽ കൊള്ളക്കാരനെ വിവരിക്കുകയാണ്. ഹെയർ കളർ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ബാസ്കറ്റിൽ ഓറഞ്ച് കണ്ടു. അപ്പോൾ ജോണി ഓറഞ്ച് ഹെയർ ആണ്, കേളി ഹെയർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ആർട്ടിസ്റ്റിന് കിട്ടിയ രേഖ ഇതാണ്. ഇവൻ തന്നെയാണ് എന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് പെഗസസ് ചോദിച്ചപ്പോൾ യെസ് സർ, ഇവൻ തന്നെയാണ് എന്നൊക്കെ ജോണി തട്ടിയിടുകയാണ്. ശേഷം ജോണിയും അസിസ്റ്റന്റ് ബവും സംഭവം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ജോണി കാർ പാർക്ക് ചെയ്തത് നോ പാർക്കിംഗ് സ്ഥലത്താണ്. സോ അവിടെ വലിയ ഒരു കുഴി കാണും. ജോണി അതിലേക്ക് വീഴാനായി പോയപ്പോൾ ബവ് ജോണിയെ പിടിച്ചു വെച്ചു. സോ കൊള്ളക്കാര് കിരീടം മോഷ്ടിക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് വഴിയാണ് കേറി വന്നത്. സോ അണ്ടർഗ്രൗണ്ട് വഴി എങ്ങനെയാണ് വന്നത് എന്ന് അന്വേഷിക്കാനായി ആ കുഴിയിലേക്ക് ജോണി ബവിനെ അയക്കുകയാണ്. ബവ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ജോണി ചോദിച്ചപ്പോൾ സർ, ഇവിടെ സ്പേസ് വളരെ കുറവാണ്, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ബവ് മറുപടി കൊടുത്തു. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ മുന്നോട്ടേക്ക് തന്നെ നീങ്ങൂ, ഒരു കാരണവശാലും നീ കുടുങ്ങത്തില്ല. അപ്പോൾ ബവ് പറയാണ്, സർ ഞാൻ ഇവിടെ കുടുങ്ങി, ശരി നിന്നെ രക്ഷിക്കാൻ ഞാൻ വരാം എന്ന് പറഞ്ഞ് ജോണിയും ആ കുഴിയിലേക്ക് എടുത്തു ചാടുകയാണ്. ബവിന്റെ തലമണ്ടയിലേക്കാണ് ജോണി ചെന്ന് വീണത്. അവരങ്ങനെ ഇരുട്ടുള്ള ഒരു ടണലിലെത്തി. അവിടെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഏണി അവര് കണ്ടു. അതിലേക്ക് കയറിയപ്പോൾ അവര് കാണുന്നത് അത് ആ കൊള്ള സംഘത്തിന്റെ താവളമാണ്. അതുവഴിയാണ് അവര് കിരീടം മോഷ്ടിച്ച് കയറി വന്നത്. ആ കൊള്ളക്കാരുടെ കയ്യിൽ കിരീടമുള്ളതായിട്ടും അവര് കണ്ടു. അവര് മോഷ്ടിച്ച വാല്യുബിൾസ് ഒക്കെ ശവപ്പെട്ടി കൊണ്ടുപോകുന്ന വാഹനത്തിലേക്കാണ് അവര് കയറ്റുന്നത്. അവരെ തൊണ്ടി മുതലോടുകൂടി അറസ്റ്റ് ചെയ്യാൻ ജോണിയും ബവും തോക്കും പിടിച്ച് ചാടി പുറത്തേക്ക് വന്നു. പക്ഷെ ജോണിയുടെ ഒരു പിഴവ് കാരണം അവര് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു.
ശേഷം അവര് പെട്ടെന്ന് ശവപ്പെട്ടി കൊണ്ടുപോകുന്ന കാറിൽ സാധനങ്ങളൊക്കെ കയറ്റി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ജോണിയും ബവും പിന്നാലെ ഓടുകയാണ് അവരുടെ കാർ എടുക്കാനായി. അപ്പോൾ പിങ്ക് നിറത്തിലുള്ള ഒരു ട്രയംഫ് ബൈക്കിൽ വന്ന സ്ത്രീ ഇത് കാണുകയും പുള്ളിക്കാരിയും അവരെ ചേസ് ചെയ്യുന്നതായിട്ടും നമ്മൾക്ക് ഇവിടെ കാണാം. ജോണിയും ബവും ആസ്റ്റൺ മാർട്ടിൻ എടുക്കാനായി ചെന്നപ്പോഴേക്കും കാണുന്നത് അവരുടെ കാർ നോ പാർക്കിംഗിൽ നിന്ന് ടൗ ട്രക്കിൽ കയറ്റുന്നതാണ്. അങ്ങനെ ജോണിയും ബവും ആ ടൗ ട്രക്ക് എടുത്ത് കൊള്ളക്കാരെ ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ജോണിക്ക് മനസ്സിലായി ഈ ട്രക്ക് വെച്ച് അവരെ ചേസ് ചെയ്ത് പിടിക്കാൻ ആവത്തില്ല എന്ന്. ബവ്വിനോട് ട്രക്ക് ഡ്രൈവ് ചെയ്, ഞാൻ ആസ്റ്റൺ മാർട്ടിൻ എടുക്കാനായി പോവുകയാണ് എന്ന് ജോണി പറഞ്ഞിട്ട് അതിസാഹസികമായിട്ട് ട്രക്കിന്റെ പിൻവശത്ത് അദ്ദേഹം പോവുകയാണ്. എന്നിട്ട് കാറിൽ കയറി ഇനി കാർ റോഡിലേക്ക് ഇറക്കണം, എന്നാലേ ചേസ് ചെയ്യാൻ കഴിയൂ. ബവ്വിനോട് കാർ പൊക്കി സൈഡിലേക്ക് ആക്കാനായി ജോണി പറയുകയാണ്. കാർ താഴ്ത്താനായി നോക്കിയപ്പോൾ എതിർവശത്തുനിന്ന് ഒരു കാർ വളരെ വേഗത്തിൽ വരുന്നു. അപ്പോൾ തന്നെ ബവ് കാറ് പൊക്കി. ഈ കൊള്ളക്കാര് ഇതൊക്കെ കണ്ട് ഇവന്മാര് മണ്ടന്മാരാണോ എന്ന് വരെ പറയുന്നുണ്ട്. ജോണിയുടെ കാർ ട്രക്കിലാണെങ്കിൽ കൂടി ട്രക്കിന്റെ വേഗത കാരണം ജോണിയുടെ കാറിലെ സ്പീഡ് ക്യാമറ അടിയുകയാണ്. എന്നാൽ ഈ കാറിൽ ധാരാളം പ്രത്യേകതകളുണ്ട്. ജോണി കാറിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്പീഡ് ക്യാമറ തകർത്തു. ഫൈനലി ഒരു ട്രാഫിക്കിലെത്തിയപ്പോൾ ജോണി തന്റെ കാർ താഴേക്ക് ഇടാനായി പറയുകയാണ്. ബവ് കാർ താഴെ ഇട്ടു. പക്ഷെ കോമഡി എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ വീണത് ഒരു കാറിന്റെ ട്രെയിലറിലേക്കാണ്. ജോണി എന്നാൽ കാർ സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്ത് കൊള്ളക്കാരെ ചേസ് ചെയ്യുകയാണ്. പിന്നെ പിങ്ക് ട്രയംഫ് ബൈക്കിലുള്ള സ്ത്രീയും അവരെ ചേസ് ചെയ്യുന്നതായി നമ്മൾക്ക് ഇവിടെ കാണാം. കൊള്ളക്കാരുടെ ശവപ്പെട്ടി കൊണ്ടുപോകുന്ന കാർ ജോണി കണ്ടെത്തി. അപ്പോൾ അവിടെ ഒരു സംസ്കരണ ചടങ്ങ് നടക്കുകയാണ്. സോ സംഭവം എന്തെന്ന് വെച്ചാൽ ജോണിക്ക് വണ്ടി മാറിപ്പോയി. എന്നാൽ ജോണി അത് മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം അവിടെ ചെന്ന് അവിടെയുള്ള നിരപരാധികളുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. മതി അഭിനയിച്ചത്, നിങ്ങൾ എല്ലാവരും ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. ഒരു സ്ത്രീ കരയുന്നത് കണ്ടപ്പോൾ ഓഹോ, ഈ കരച്ചിൽ അഭിനയിക്കാനൊക്കെ എക്സ്ട്രാ കാശ് കിട്ടുമോ എന്നൊക്കെ ജോണി പുള്ളിക്കാരോട് ചോദിക്കുന്നുണ്ട്. ഈ ശവപ്പെട്ടിയിലാണല്ലേ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറഞ്ഞ് ജോണി ആ ശവപ്പെട്ടിയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഷോക്കായി. കാരണം അത് യഥാർത്ഥ ശവമുള്ള പെട്ടിയാണ്. അപ്പോൾ ബവ് അവിടെ എത്തുകയാണ്. ജോണിക്ക് ആള് മാറിപ്പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ബവ് അവിടെ വന്ന് അഭിനയിക്കുകയാണ്. ബവ് അവരോട് പറയാണ്, ഞാൻ ആക്ച്വലി ഒരു ഡോക്ടറാണ് ആൻഡ് ഇദ്ദേഹം എന്റെ പേഷ്യന്റ് ആണ്. അദ്ദേഹത്തിന് സുഖമില്ല. എന്റെ ക്ലിനിക്കിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി ഓടിപ്പോയതാണ്. അപ്പോൾ ജോണിക്കും മനസ്സിലായി ജോണിക്ക് ഇവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ജോണിയും വട്ടുള്ളതുപോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ അവരുടെ അടുത്തുനിന്ന് ജോണിയും ബവും ടാറ്റയൊക്കെ പറഞ്ഞ് സ്കൂട്ടായി. ഇനി കിരീടം മോഷ്ടിച്ചത് ആരാണ് അതിന്റെ പിന്നിൽ? വേറെ ആരുമല്ല, പാസ്കൽ സോവജ് എന്ന ബില്യനർ തന്നെയാണ്. കിരീട മോഷണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ അദ്ദേഹമാണ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം കിരീടം മോഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം റോയൽ ഫാമിലി അംഗമാണ്. എന്നാൽ 200 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പൂർവികർക്ക് ഭരണം നഷ്ടമായി. അങ്ങനെ അദ്ദേഹം വെറും ഒരു റോയൽ ഫാമിലി അംഗം മാത്രമായി. അതായത് ഒരിക്കലും അദ്ദേഹത്തിന് രാജ്യത്തെ കിരീടാവകാശിയാവാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജ്യത്തെ കിരീടാവകാശിയാവണം. അതുകൊണ്ടാണ് അദ്ദേഹം കിരീടം മോഷ്ടിച്ചത്. എന്നാൽ ഒഫീഷ്യലി രാജാവ് ആവണമെങ്കിൽ ബിഷപ്പ് അദ്ദേഹത്തിനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കണം. അതിനായി ബിഷപ്പിന്റെ രൂപത്തിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള മാസ്ക് ലാബിൽ നിന്ന് പാസ്കൽ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് പാസ്കലിന് രാജ്യത്തെ കിരീടാവകാശിയായി മാറാൻ സാധിക്കും. പക്ഷേ സർ, ഒരു പ്രശ്നമുണ്ട്. ഏജന്റ് ജോണി ഇംഗ്ലീഷ് നമ്മളെ രണ്ടുപേരും വ്യക്തമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ പാസ്കൽ അവർക്ക് ഒരു CD കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ടിവിയിൽ അത് പ്ലേ ചെയ്തു. അപ്പോൾ അതിൽ കാണുന്നത് ജോണി ഇംഗ്ലീഷിന്റെ മണ്ടത്തരങ്ങളാണ്. ഇവൻ ഒരു മണ്ടനാണ്, ഇവനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പാസ്കൽ അവരോട് പറഞ്ഞപ്പോൾ അവൻ മണ്ടനാണെങ്കിൽ കൂടി അവൻ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അവനെ ജീവിക്കാൻ അനുവദിക്കേണ്ട, അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്കെന്ന് പാസ്കൽ അവർക്ക് ഉത്തരവിട്ടു. സോ ഇവിടെ ജോണി അവരെ രണ്ടുപേരും കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജോണിക്ക് മനസ്സിലായി ആ രണ്ടുപേരും കുറ്റവാളികളാണ്. 6 മാസങ്ങൾക്ക് മുൻപാണ് ആ 2 കൊള്ളക്കാരും ജയിലിൽ നിന്ന് പുറത്തു വന്നത്. ജോണി പെഗസസിനോട് പറയാണ്, സർ, ഇവർ അടക്കപ്പെട്ടത് പാസ്കൽ സോവജിന്റെ സ്വന്തം ജയിലാണ്. അവര് ജയിൽ മോചിതരായതിനു ശേഷം അവർ പാസ്കലിന്റെ കൂടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതായത് ഈ കിരീട മോഷണത്തിന്റെ പിന്നിൽ പാസ്കൽ സോവജിനും പങ്കുണ്ട്. അപ്പോൾ പെഗസസ് പറയാണ്, അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം റോയൽ ഫാമിലി മെമ്പർ ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ
ജോലി ചെയ്യുന്നുണ്ട്. അതിൽ വെറും 2 പേര് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് അദ്ദേഹത്തെ ഇതിൽ വലിച്ചിടാൻ പാടില്ല. എന്ന് രാത്രി പാസ്കൽ ഒരു റിസപ്ഷൻ നടത്തുന്നുണ്ട്. ഞാൻ അതിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. നിന്നെ ആ ഭാഗത്തെ കണ്ടുപോകരുത് എന്നൊക്കെ ജോണിയോട് പെഗസസ് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നതൊന്നും ജോണി അനുസരിക്കാൻ തയ്യാറല്ല. ജോണിക്ക് ഉറപ്പാണ് കിരീടമോഷണത്തിൽ പാസ്കലിന് പങ്കുണ്ട് എന്ന്. അതുകൊണ്ട് ഇന്ന് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ പോകാനായി ജോണി പ്ലാൻ ചെയ്യുകയാണ്. അവര് പാർക്കിങ്ങിൽ നിന്ന് കാർ എടുക്കാനായി പോകുമ്പോൾ ഒരുത്തൻ അവിടെ എത്തി അവരെ വെടിവെച്ച് കൊല്ലാനായി ശ്രമിക്കുകയാണ്. ജോണി തിരിച്ച് ഷൂട്ട് ചെയ്യാനായി ശ്രമിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. ഷൂട്ടർ അവിടെ ഒളിച്ചു നിൽക്കുന്നത് ബവ് കണ്ടെത്തി. അത് ജോണിയെ വിളിച്ചു പറഞ്ഞു എന്ന ഫ്ലോറിൽ ഷൂട്ടർ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ജോണി ഷൂട്ടറിന്റെ കാല് കണ്ടു. ജോണി കാല് പിടിച്ചു വലിച്ചു. പക്ഷെ അത് ഷൂട്ടർ അല്ലായിരുന്നു, ബവ് തന്നെയാണ്. പക്ഷെ ബവിന് അറിയത്തില്ല ജോണിയാണ് തന്നെ കാല് പിടിച്ചു വലിച്ചത് എന്ന്. ജോണി ബവിനോട് പറയാണ് അവൻ ഒറ്റക്കല്ല, കൂടെ വേറെയും ആൾക്കാരുണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് നിന്റെ കാല് പിടിച്ചു വലിച്ചത്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു റെസ്റ്റോറന്റിൽ ജോണി ആ പിങ്ക് ട്രയംഫ് ബൈക്ക് കണ്ടത്. അത് ആരുടേതാണ് എന്ന് അന്വേഷിക്കാൻ ജോണി ആ റെസ്റ്റോറന്റിൽ ചെന്നു. അപ്പോൾ ആ ബൈക്ക് നമ്മുടെ കഥാനായികയായ ലോർണയുടേതാണ്. നീ ശരിക്കും ആരാണ്? 2 ക്രൈം സീൻസിലും നിന്നെ ഞാൻ കണ്ടു. പറ, ആരാണ് നീ? അപ്പോൾ ഈ ചോദ്യത്തിന് ലോർണ മറുപടി കൊടുക്കാതെ പുള്ളിക്കാരി ടോപ്പിക് മാറ്റുകയാണ്. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം ജോണിക്ക് സംഭവിച്ചത് ഇതാണ്. ലോർണ ബൈക്ക് എടുത്ത് അവിടുന്ന് പോവുകയും ചെയ്തു. സോ ഇവിടെ ഫ്ലൈറ്റിൽ നിന്ന് അവര് ജമ്പ് ചെയ്ത് അവരുടെ മിഷൻ ചെയ്യാനായി പോവുകയാണ്. അപ്പോൾ അവരുടെ മിഷൻ എന്തെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ നിന്ന് പാരഷൂട്ട് വെച്ച് ചാടി റിസപ്ഷൻ നടക്കുന്ന പാസ്കലിന്റെ ബിൽഡിംഗിലേക്ക് പ്രവേശിക്കുക. ആ ബിൽഡിംഗിന്റെ തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റലുമുണ്ട്. സോ ലൊക്കേഷൻ മനസ്സിലാവാൻ വേണ്ടി ബവ് ഒരു സ്മാർട്ട് വാച്ച് ജോണിക്ക് നൽകിയപ്പോൾ ജോണി പറയാണ് എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മരുഭൂമിയിൽ മിഷൻ ചെയ്യാൻ വരെ ഞാൻ വെറും ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം ചാടിയത് ബവ്വാണ്. പിന്നാലെ ജോണിയും ചാടി. ബവ് ആ ബിൽഡിംഗിലെത്തി ഗ്ലാസ് കട്ട് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതേപോലെ നമ്മുടെ ജോണി ഇംഗ്ലീഷ് ആണെങ്കിൽ കയ്യിൽ ഒരു കടലാസിന്റെ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. ജോണിയും ബിൽഡിംഗിന്റെ മറ്റൊരു സൈഡിലെത്തി ഗ്ലാസ് കട്ട് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ജോണിക്ക് ബിൽഡിംഗ് മാറിപ്പോയി. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലാണ് ജോണി പ്രവേശിച്ചത്. അതെന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അവിടെയുള്ള ഡോക്ടറിന്റെയും നഴ്സിന്റെയും ഒക്കെ നേരെ തോക്ക് ചൂണ്ടി ജോണി പാസ്കൽ സോവേജിന്റെ ഓഫീസ് ഏത് മുറിയിലാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് ജനാലയിലെ കൂടി നോക്കുകയാണ്. അപ്പോൾ ദാ തൊട്ടപ്പുറമുള്ള ബിൽഡിംഗ് ആണ് പാസ്കൽ സോവേജിന്റെ ബിൽഡിംഗ്. ആ ബിൽഡിംഗിൽ നിന്ന് ദാ ബവ് ജോണിയോട് ടാറ്റയാക്കുന്നു. അപ്പോഴാണ് ജോണിക്ക് ബിൽഡിംഗ് മാറിപ്പോയി എന്ന് മനസ്സിലായത്. അപ്പോൾ ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടും ജോണി പറയാണ് പേടിക്കേണ്ട, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിന്റെ ഒരു അവയർനെസ് തരാനാണ് ഞാൻ ഇവിടെ വന്നത്. വെൽ ഡൺ, നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ സിറ്റുവേഷൻ മാനേജ് ചെയ്തു. ബവ് ജോണിക്ക് ബിൽഡിംഗിൽ കയറാനായി കതക് തുറന്നു കൊടുത്തു. സർ, നിങ്ങൾക്ക് ബിൽഡിംഗ് മാറിപ്പോയോ എന്ന് ബവ് ചോദിച്ചപ്പോൾ ജോണി പറയാണ് ഏയ് മാറിപ്പോയതൊന്നുമല്ല, ഞാൻ ചുറ്റുഭാഗമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഹോസ്പിറ്റൽ കയറിയത്, അല്ലാതെ എനിക്ക് അബദ്ധം പറ്റിയതൊന്നുമല്ല. അവിടെയുള്ള ലാബിൽ നിന്ന് ഒരാൾക്ക് ബിഷപ്പിന്റെ മുഖം ഇട്ടുകൊടുക്കുന്നതൊക്കെ ജോണി കണ്ടു. അപ്പോൾ തന്നെ ജോണിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അതിനുശേഷം അവിടെയുള്ള പാസ്കലിന്റെ ഓഫീസ് റൂമിലേക്ക് അവർ ആരും കാണാതെ പ്രവേശിച്ചു. അവിടെ ഒരുപാട് CDs ഉണ്ട്. അത് പ്ലേ ചെയ്തപ്പോൾ അതിൽ പാസ്കൽ തന്റെ പ്ലാൻസ് മുഴുവനും പറയുന്നുണ്ട്. രാജ്യത്തെ കിരീടാവകാശി ആയതിനു ശേഷം എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്യാനായി പോകുന്നുണ്ട്, അതൊക്കെയാണ് ആ വീഡിയോ ക്ലിപ്പിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ കണ്ട് ജോണിയും ബവും ഷോക്കായി. ഈ സമയം അവിടെ 2 ഗാർഡ്സ് തോക്കുമായി വന്നു അവരെ കൊല്ലാൻ. എന്നാൽ പെട്ടെന്ന് ആരോ വന്ന് ആ ഗാർഡ്സിന്റെ തല കടിച്ച് വീഴ്ത്തുകയാണ്. ആൻഡ് അത് വേറെ ആരുമല്ല, ലോർണയാണ്. അങ്ങനെ പുള്ളിക്കാരി അവരെ അവിടുന്ന് രക്ഷിച്ചു. ഇനി ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പെഗസസിനോട് പറയണം. അതാണ് ജോണിയുടെ ലക്ഷ്യം. അങ്ങനെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അവര് ചെന്നു. അവിടെ നിന്ന് ജോണിയും ലോർണയും ഡാൻസ് കളിക്കുകയാണ്. ജോണി തനിക്ക് ഒരു ഭീഷണി തന്നെയാണ് എന്ന് പാസ്കൽ സോവേജിന് മനസ്സിലായി. ജോണി തന്റെ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തിയെന്നും പാസ്കലിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പാസ്കല് ജോണിയെ ഒഴിവാക്കാനായി ചെയ്തത് എന്തെന്ന് വെച്ചാൽ പെഗസസിന്റെ അടുത്ത് ചെന്ന് ജോണിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായി പറയുകയാണ്. അവൻ ഒരു മണ്ടനാണ്, അവനെ നിങ്ങൾ തലയിൽ വെച്ച് നടന്നാൽ അത് രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നൊക്കെയാണ് പാസ്കൽ പെഗസസിനോട് പറഞ്ഞത്. സോ പെഗസസ് ജോണിയോട് ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജോണി പറയുന്നതൊന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന്റെ ഓർഡേഴ്സ് ജോണി ലംഘിച്ചത് കൊണ്ട് ജോണിയെ അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ജോലി നഷ്ടമായ സങ്കടം
സങ്കടമല്ല ജോണിക്കുള്ളത്, പകരം തന്റെ രാജ്യം തന്നെ അപകടത്തിലാണ് എന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാവാത്ത സങ്കടമാണ് ജോണിക്ക്. ഫേക്ക് ആയിട്ടുള്ള ബിഷപ്പിനെ അവര് ആക്കുന്ന കാര്യം ജോണി അറിഞ്ഞത് പാസ്കൽ മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം പ്ലാൻ മാറ്റാനായി തീരുമാനിച്ചു. രാജ്ഞിയുടെ കൊട്ടാരമാണ് ഇത്. അവിടെ പാസ്കലിന്റെ ആൾക്കാർ അതിക്രമിച്ചു കയറുകയാണ്. അവര് രാജ്ഞിക്ക് അബ്ഡിക്കേഷൻ ലെറ്റർ നൽകുകയാണ്. അതായത് കിരീടാവകാശി പദവിയിൽ നിന്ന് പിന്മാറാനുള്ള ലെറ്റർ. പുള്ളിക്കാരുടെ നേർക്ക് തോക്ക് ചൂണ്ടി ഒപ്പുവെക്കാൻ പറഞ്ഞപ്പോൾ താൻ അത് ഒപ്പിടില്ല എന്ന് രാജ്ഞി പറയുകയാണ്. അപ്പോൾ അവന്മാര് രാജ്ഞിക്ക് ഏറെ പ്രിയപ്പെട്ട വളർത്തുനായുടെ നേർക്ക് തോക്ക് ചൂണ്ടി. അപ്പോൾ വേറെ വഴിയില്ലാതെ രാജ്ഞി ആ ലെറ്ററിൽ ഒപ്പിട്ടു. പ്രൈം മിനിസ്റ്ററിന് കോൾ വന്നു. അതായത് രാജ്ഞി തന്റെ പദവി വിട്ടു, ഇനി രാജ്യത്ത് ആ സ്ഥാനത്ത് ഒരാളെ വേണം. അപ്പോൾ റോയൽ ഫാമിലിയിൽ ഇനി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് പാസ്കൽ സോവേജ് ആണ്. അങ്ങനെ പ്രൈം മിനിസ്റ്ററിന്റെ വായിൽ നിന്ന് തന്നെ അത് വരികയാണ്. അതായത് ഇനി താങ്കളായിരിക്കും രാജ്യത്തിന്റെ പുതിയ കിരീടാവകാശി. ഇവിടെ രാജ്യത്ത് ഞെട്ടിക്കുന്ന ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നു. അതായത് മോഷണം പോയ കിരീടം കൊള്ള സംഘം പോലീസ് സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി ആ കിരീടം സെറമണിയിൽ വെച്ച് പുതിയ കിരീടാവകാശിക്ക് കൈമാറും. ഈ വാർത്തയൊക്കെ കണ്ട് ജോണി ആളാകെ ദേഷ്യത്തിലാണ്. അപ്പോഴാണ് അവിടെ ആരോ ബെല്ലടിച്ചത്. ആൻഡ് അത് ലോർണയാണ്. പെട്ടെന്ന് കാർ എടുക്ക്, നമുക്കൊരു മിഷൻ ചെയ്യാനുണ്ട് എന്ന് ലോർണ പറഞ്ഞപ്പോൾ അതിന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് ജോണി പറയുകയാണ്. അപ്പോൾ ലോർണ താൻ ആരാണ് എന്ന് പറയുകയാണ്. ജോണിയെ പോലെ തന്നെ മറ്റൊരു രഹസ്യ ഏജന്റ് ആണ് പുള്ളിക്കാരി. ജോണിയെ പിരിച്ചുവിട്ടതിനു ശേഷം ആ സ്ഥാനം ലോർണക്കാണ് കിട്ടിയത്. അപ്പോൾ ലോർണ ജോണിയെ തിരിച്ച് ജോലിയിലേക്ക് എടുക്കുകയാണ്. അവരങ്ങനെ അവരുടെ മിഷൻ ചെയ്യാനായി പുറപ്പെട്ടു. ഇന്ന് രാത്രി തന്റെ കൊട്ടാരത്തിൽ പാസ്കൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിൽ അവൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അറിയുക എന്നതാണ് അവരുടെ മിഷൻ. രാത്രി അവര് കൊട്ടാരത്തിന്റെ പുറത്തെത്തി. ഇനി അകത്തേക്ക് കയറാൻ ഒരു വഴി കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ ജോണിക്ക് എളുപ്പത്തിൽ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ലല്ലോ. ലോർണ സ്റ്റെയർസുമായി കയറാം എന്ന് പറഞ്ഞപ്പോൾ ജോണി പറയാണ്, ഞാൻ കക്കൂസ് ടാങ്ക് വഴി അകത്തേക്ക് കയറിക്കോളാം എന്ന്. സൂക്ഷിച്ചു പോകണം എന്ന് ലോർണ പറഞ്ഞപ്പോൾ ജോണി പറയാണ്, ഫൈനലി ജോണി കക്കൂസിൽ എത്തിപ്പെട്ടു. ലോർണയാണെങ്കിൽ സ്റ്റെയർസുമായി അകത്ത് കയറി. ലോർണ അകത്തുനിന്ന് ജോണിയെ കണ്ടപ്പോൾ നാറി പൊട്ടുന്നു. അപ്പോൾ തന്നെ പുള്ളിക്കാരി ജോണിയെ ഷവറിൽ കയറ്റി. ആൻഡ് ഫൈനലി അവര് പാസ്കലിന്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തി. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അവര് ഒളിഞ്ഞു കേൾക്കുകയാണ്. ഫൈനലി അവിടെ ജോണി വന്ന് പാസ്കലിന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ലോർണയെ പാസ്കലിന്റെ ആൾക്കാർ പിടികൂടി. ഈ സമയം എല്ലാ തെളിവുകളുമുള്ള CD ജോണി അവര് കാണാതെ എടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം CD എടുക്കുമ്പോൾ മറ്റൊരു CD ആണ് എടുത്തത്. അതേപോലെ ജോണിയെ പിടിക്കാനായിട്ടും പാസ്കലിന്റെ ആൾക്കാർ അവിടെ എത്തി. നീ രാജ്യത്തിന് ആപത്താണ്, അതുകൊണ്ട് നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് പാസ്കലിനെ ജോണി ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. ജോണിയും ലോർണയും പാസ്കൽ ഒരു മുറിയിൽ ഒന്നിച്ച് കെട്ടിയിട്ടിട്ടാണുള്ളത്. അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്നാൽ അവിടെ നമ്മുടെ ജോണിയുടെ അസിസ്റ്റന്റ് ആയ ബവ് എത്തുകയും അവൻ അവരെ അവിടുന്ന് രക്ഷിക്കുകയും ചെയ്തു. സോ ഇനി അവര് അവരുടെ രാജ്യത്തെ രക്ഷിച്ചേ മതിയാവൂ എന്നാണ് പാസ്കൽ കിരീടാവകാശി ആവാനായി പോകുന്ന സെറമണി നടക്കുന്നത്. അപ്പോൾ സെറമണി നടക്കുന്ന സ്ഥലത്തേക്ക് ജോണി അതിക്രമിച്ച് കേറി വന്നു. എന്നിട്ട് ജനങ്ങളോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ്. പക്ഷെ ഇവിടെ ജോണിയെ കൊല്ലാൻ വേണ്ടി ഷൂട്ടർ സ്നൈപ്പർ റെഡിയാക്കി എയിം ചെയ്യുന്നത് കാണാം. എന്നാൽ അവിടെ ലോർണ വന്ന് ആ ഷൂട്ടറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ജോണി ജനങ്ങളോട് പറയാണ്, ഇവിടെ നിങ്ങൾ കാണുന്ന ബിഷപ്പ് യഥാർത്ഥ ബിഷപ്പല്ല, ഇത് ഫേക്ക് ആണ്. ഇയാളുടെ മുഖംമൂടി ഞാൻ അഴിക്കാം. അങ്ങനെ ബിഷപ്പിന്റെ മുഖംമൂടി അഴിക്കാനായി ജോണി ശ്രമിക്കുകയാണ്. എന്നാൽ അത് യഥാർത്ഥ ബിഷപ്പാണ്. പാസ്കൽ തന്നെ പ്ലാൻസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവസാനം അവിടെ വന്ന് ഗാർഡ്സ് ജോണിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ CD പ്ലേ ചെയ്യുന്ന ജോണി പറയുന്നുണ്ട്. അപ്പോൾ മീഡിയ കൺട്രോൾ റൂമിൽ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ബവ് അവരെ കൊണ്ട് CD പ്ലേ ചെയ്യിപ്പിച്ചു. എന്നാൽ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ജോണി എടുത്ത CD മാറിപ്പോയിട്ടുണ്ടായിരുന്നു. തന്റെ സ്വന്തം കോമാളി വീഡിയോ ഉള്ള CD ആണ് ജോണി എടുത്തത്. അതായത് ജോണിക്ക് ഇപ്പോൾ ഒന്നും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജോണി അവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം സെറമണി വീണ്ടും പുനരാരംഭിച്ചു. എന്നാൽ ജോണി ഇതിന് സമ്മതിക്കാൻ തയ്യാറല്ല. മുകളിൽ നിന്ന് ഒരു കയറിൽ പിടിച്ചു തൂങ്ങി ജോണി കിരീടം തട്ടിയെടുക്കുകയാണ്. ഇത് കണ്ട പാസ്കൽ ഭയങ്കര വയലന്റ് ആയി. അദ്ദേഹം എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനായി തുടങ്ങി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി അവരുടെ പുതിയ കിരീടാവകാശി ആവാനായി പോകുന്ന ആളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന്. അവന് രാജാവായാല് രാജ്യത്തിന് തന്നെ ആപത്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. പാസ്കൽ ജോണിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ജോണിയുടെ കയ്യിൽ നിന്ന് കിരീടം താഴെ ബിഷപ്പിന്റെ കയ്യിലെത്തി. പാസ്കൽ അപ്പോൾ ബിഷപ്പിനോട് പെട്ടെന്ന് കിരീടം വെക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ജോണി താഴേക്ക് ചാടി. ബിഷപ്പ് കിരീടം പാസ്കലിന്റെ തലയിൽ വെക്കാനായി പോകുമ്പോൾ ആ കസേരയിൽ പാസ്കലിനെ ചവിട്ടി താഴെയിട്ട്
ജോണി കയറിയിരുന്നു. ബിഷപ്പ് കിരീടം വെച്ചത് ജോണിയുടെ തലയിലാണ്. അതായത് ഇനി രാജ്യത്തിന്റെ പുതിയ കിരീടാവകാശി ജോണി ഇംഗ്ലീഷ് ആണ്. കിരീടാവകാശിയായി ജോണി ഗാർഡ്സിനോട് പാസ്കലിനെ അറസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യാനായി പറയുകയാണ്. അപ്പോൾ ജനങ്ങൾ എല്ലാവരും ജോണിക്ക് വേണ്ടി കൈയടിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ജോണി രാജ്യത്തെ ഒട്ടാകെ രക്ഷിച്ചു എന്ന്. എന്തായാലും അറിയാതെയാണ് ജോണി കിരീടാവകാശിയായത്. ആ കിരീടം ജോണി ഇംഗ്ലീഷ് രാജ്ഞിക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. പുള്ളിക്കാരി രാജ്യത്തെ രക്ഷിച്ചതിന് ജോണിയെ അഭിനന്ദിച്ചു. കഥയുടെ അവസാനം ലോർന തന്റെ ഇഷ്ടം ജോണിയോട് തുറന്നു പറയുകയാണ്. അവരങ്ങനെ ചുംബിക്കാനായി പോകുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. ജോണി അറിയാതെ കാറിലെ ഇജക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ലോർന കാറിൽ നിന്ന് പറന്നുപോയി. എന്നിട്ട് ഒരു റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിലാണ് പുള്ളിക്കാരി ചെന്ന് വീണത്. അപ്പോൾ അവിടെ റിസോർട്ടിൽ നിന്ന് ഒരാൾ പത്രം വായിക്കുന്നത് കാണാം. ഇത് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ജോണി മുന്നേ രേഖാചിത്രം വരയ്ക്കുന്ന ആൾക്ക് തട്ടിക്കൂട്ടി ഒരു രൂപം പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അദ്ദേഹം ഇതാ റിയൽ ലൈഫിൽ അവിടെ ഇരിക്കുന്നു. സോ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.